ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അക്കൗണ്ടിങ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. കുറേ പേര് കമൻറ്റിലൊക്കെ എന്നോട് ചോദിച്ചാണ് എന്തൊക്കെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ് ദുബായിൽ ഒരു ഇൻ്റർവ്യൂവിന് ചോദിക്കുക എന്നുള്ളത്. സോ അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നോക്കി വെക്കേണ്ടത് അക്കൗണ്ടിങ് ടേംസ് ആണ്. അക്കൗണ്ടിങ് ടേംസ് എന്ന് പറയുമ്പം അസറ്റ്, ലയബിലിറ്റി, ഇൻകം, എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് എക്സ്പെൻസ്, അതുപോലെ കറണ്ട് ലയബിലിറ്റി, കറണ്ട് അസറ്റ്, ഫിക്സ്ഡ് അസറ്റ്, നോൺ കറണ്ട് ലയബിലിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനത്തെ ടേംസ് ഒക്കെ നല്ല രീതിയിൽ പഠിച്ചു വെക്കണം. അതുപോലെ റിട്ടേൺഡ് ഏർണിങ്സ് എന്താണ്, പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് എന്താണ്, ബാലൻസ് ഷീറ്റ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾ നല്ല രീതിയിൽ നോക്കി വെക്കണം. പിന്നെ ചോദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ജേർണൽ എൻട്രീസ് ആണ്. ജേർണൽ എൻട്രീസ് ഡെഫിനറ്റ് ആയിട്ടും ഓൾമോസ്റ്റ് എല്ലാ ഇൻ്റർവ്യൂവിലും ചോദിക്കും. ജേർണൽ എൻട്രീസ് എന്ന് പറയുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പ്രീപെയ്ഡ്, അക്രൂഡ്, ഔട്ട്സ്റ്റാൻഡിങ്, ക്രെഡിറ്റ് സെയിൽസ്, ക്രെഡിറ്റ് പർച്ചേസ്, ഇങ്ങനെയുള്ള എൻട്രീസ് ഒക്കെ ചോദിക്കും. അതുപോലെ തന്നെ ഇൻവെൻട്രി റിലേറ്റഡ് ക്വസ്റ്റ്യൻസും ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ നിങ്ങൾ ജേർണൽ എൻട്രി നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ച്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് മറ്റൊരു ടേംസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് SOPL എന്നും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻസ് SOFP എന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇപ്പോൾ ജേർണൽ എൻട്രി നിങ്ങളിപ്പോൾ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ച ഒരു CA എടുത്ത ആൾ, ACC എടുത്ത ഒരാളാണ്, അല്ലെ CPA, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോലും ഈ ബേസിക് ജേർണൽ എൻട്രി കിട്ടാണ്ട് നമുക്കൊരു കമ്പനിയുടെ അക്കൗണ്ട്സ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവിടുത്തെ അനലൈസ് ചെയ്യാനോ ഒന്നും നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര നിങ്ങൾ സീനിയറായിട്ട് പഠിച്ച, ഇപ്പോൾ CMA പോലെ ഏത് പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച ഒരാളായാലും ജേർണൽ എൻട്രീസ് നല്ല രീതിയിൽ പഠിച്ചു വെക്കുക എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാരണം ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. ബാങ്ക് റിക്കൺസിലിയേഷന് നിങ്ങൾക്ക് ഇപ്പോൾ ചില ഒരു പേപ്പറും പെന്നൊക്കെ തന്നിട്ട് കുറച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സിസ്റ്റം അലോക്കേറ്റ് ചെയ്തിട്ട് കുറച്ച് ട്രാൻസാക്ഷൻസ് തരും. ബാങ്കിൻ്റെ ബാലൻസ്, അതുപോലെ തന്നെ നമ്മുടെ ബുക്സിൻ്റെ ബാലൻസ് ഒക്കെ തന്നിട്ട് നിങ്ങൾ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയോ. അതുപോലെ തന്നെയാണ് നിങ്ങൾ എക്സൽ അറിഞ്ഞിരിക്കുക എന്നുള്ളത്. എക്സൽ ഞാൻ ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നില്ല, പക്ഷേ ബേസിക് ആയിട്ടുള്ള എക്സൽ നല്ല രീതിയിൽ അറിയണം. ബേസിക് എക്സൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് VLOOKUP, HLOOKUP, അതുപോലെ പിവറ്റ് ടേബിൾ, ഇതൊക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. എങ്കിലും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് കുറച്ച് ഡാറ്റയൊക്കെ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സോർട്ട് ചെയ്യാനും എടുക്കാനും ഒക്കെ നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു എക്സൽ ഫങ്ഷൻസ്. അപ്പം കുറച്ച് എക്സലൊക്കെ പഠിച്ചു വെക്കുക. നമ്മുടെ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ വീഡിയോസൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ നോക്കി സ്വന്തമായി ഡാറ്റയൊക്കെ ഉണ്ടാക്കി നമുക്ക് അത് സോർട്ട് ചെയ്തൊക്കെ പഠിക്കാൻ പറ്റും. സോ എക്സൽ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. മറ്റൊരു വീഡിയോയിൽ ഞാൻ കുറച്ചും കൂടി ഇൻഫർമേഷനൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ ക്വറീസ് ഒക്കെ കമൻറ്റ് ചെയ്യുക.